ഹലോ ഫ്രണ്ട്സ്, സീറോ ടു ഫ്ലുവൻസിയുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടത് എന്നതാണ്. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. അവനിപ്പോൾ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി നമ്മുടെ സംസാര ഭാഷയിലേക്ക് വന്നാൽ, ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, അവൻ പത്രം വായിക്കുകയാണ്, അവൾ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്, അവർ ഫുട്ബോൾ കളിക്കുകയാണ്, അവൾ വാട്സപ്പ് ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ. അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന ആശയം. ഈ ഒരു ആശയത്തിൽ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ ഇംഗ്ലീഷിൽ ഈ ഒരു ആശയത്തിൽ നമുക്ക് സംസാരിക്കാമെന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. സാധാരണ ഞാൻ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയാറുള്ളത്? ഐ എന്നാണ് അല്ലേ. നീ എന്നുള്ളതിനോ യു എന്നാണ്. അവർ എന്നുള്ളതിന് ദേ എന്നാണ്. നമ്മൾ എന്നുള്ളതിന് വി എന്നാണ്. അവൻ എന്നുള്ളതിന് ഹി എന്നാണ് പറയാറ്. അവൾ എന്നുള്ളതിനോ ഷി എന്നാണല്ലേ. അത് ഇത് എന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഇറ്റ് ആണല്ലേ. ഓക്കെ, ഞാൻ ഐ, നീ യു, അവർ ദേ, നമ്മൾ വി, അവൻ ഹി, അവൾ ഷി, അത് ഇത് ഇറ്റ് അല്ലേ. ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി അയ്യോ ദേവി ഷേറ്റ് എന്നൊരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആശയം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്കൊരു വേർഡ് എടുക്കാം. ഉദാഹരണത്തിന് സ്പീക്ക്, സംസാരിക്കുക, പ്രസംഗിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. ഇനി എനിക്ക് പറയേണ്ടത് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഞാൻ സംസാരിക്കുകയാണ് എന്നർത്ഥം. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിൽ ഇതിനെ നമുക്ക് മാറ്റാം എന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഐ എന്നതിന് ശേഷം നമ്മൾ ഒരു ആം എന്നതിനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വേർബ്, ആ ഒരു ക്രിയയ്ക്ക് ശേഷം നമ്മൾ ഐ എൻ ജി കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അതായത് ആം സ്പീക്കിംഗ്, ഞാൻ സംസാരിക്കുകയാണ്, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുദ്ദേശം. ഞാൻ സംസാരിക്കുകയാണ്. വേണമെങ്കിൽ മറ്റ് വേർഡുകൾ വെച്ച് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് കളക്ട്, ശേഖരിക്കുക അല്ലേ. ഞാൻ ശേഖരിക്കുകയാണ്, ഐ എം കളക്ടിങ്. ഞാൻ കോൾ ചെയ്യാണ്, ഐ എം കോളിങ്. ഞാൻ ബ്രീത്ത് ചെയ്യാണ്, ഐ എം ബ്രീത്തിങ്. ഞാൻ ബോൾ ചെയ്യാണ്, ഐ എം ബോളിങ്. ഞാൻ കൊണ്ടുവരികയാണ്, ഐ എം ബ്രിങ്ങിങ്. ഞാൻ ബാർഗെയിൻ ചെയ്യാണ്, ഐ എം ബാർഗെയിനിങ് അല്ലേ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആശയത്തിൽ കൊണ്ടിരിക്കുന്നു എന്ന ആശയം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ആശയത്തിൽ കാര്യങ്ങൾ പറയാം. ഇനി നീ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ നീ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? യു അല്ലെങ്കിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ ഇവയ്ക്ക് ശേഷം ഒരു ആർ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. നീ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, യു ആർ സ്പീക്കിംഗ്. അവർ സംസാരിക്കുകയാണ്, ദേ ആർ സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുകയാണ്, വി ആർ സ്പീക്കിംഗ്. ഇനി അവൻ സംസാരിക്കുകയാണ് എന്നെങ്ങനെ പറയും? അല്ലെങ്കിൽ അവൾ സംസാരിക്കുകയാണ് എന്നെങ്ങനെ പറയും? സിമ്പിൾ. ഇതിന് ശേഷം ഒരു ഈസ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അവൻ സംസാരിക്കുകയാണ്, ഹി ഈസ് സ്പീക്കിംഗ്. അവൾ സംസാരിക്കുകയാണ്, ഷീ ഈസ് സ്പീക്കിംഗ്. ഇനി അജ്മൽ സംസാരിക്കുകയാണ്, അജ്മൽ ഈസ് സ്പീക്കിംഗ്. വളരെ സിമ്പിളാണ്. പിന്നെ സംസാരിക്കുന്ന സമയത്ത് ഐ ആം സ്പീക്കിംഗ്, യു ആർ സ്പീക്കിംഗ് എന്നൊക്കെ നമ്മൾ സെപ്പറേറ്റായിട്ട് പറയുന്നതിന് പകരം നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ഫ്ലുവൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഐ ആം എന്നതിനെ കോൺട്രസ്റ്റ് ചെയ്തിട്ട് ആം എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ യു ആർ എന്നതിന് കോൺട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യു ആർ, ദേ ആർ, വി ആർ, ഹീസ്, ഷീസ് എന്നൊക്കെ പറയാം. അത് സംസാരത്തിൽ ഫ്ലുവൻസി കിട്ടാൻ നമുക്കേറെ സഹായിക്കും. അപ്പോൾ ഇത്ര സിമ്പിളാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. ഈസ്, ആം, ആറ് ഇത് ചേർത്ത് കൊടുക്കുക. ഐൻ്റെ കൂടെ ആമാണ് ചേർക്കുക. യു, ദേ, വി അതായത് ബഹുവചനങ്ങളുടെ കൂടെ ആറാണ് ഉപയോഗിക്കുക. ഹി, ഷി, ഇറ്റ് അതായത് ഏകവചനങ്ങൾ സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഈസാണ് ഉപയോഗിക്കുക. അപ്പോൾ ഐ ആം സ്പീക്കിംഗ്,
ഞാൻ സംസാരിക്കുകയാണ്, ഐ ആം സ്പീക്കിംഗ്. നീ സംസാരിക്കുകയാണ്, യു ആർ സ്പീക്കിംഗ്. അവർ സംസാരിക്കുകയാണ്, ദേ ആർ സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുകയാണ്, വി ആർ സ്പീക്കിംഗ്. അവൻ സംസാരിക്കുകയാണ്, ഹി ഈസ് സ്പീക്കിംഗ്. അവൾ സംസാരിക്കുകയാണ്, ഷീ ഈസ് സ്പീക്കിംഗ്. അനിൽ സംസാരിക്കുകയാണ്, അനിൽ ഈസ് സ്പീക്കിംഗ്. ആശയം ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അനിലിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഉദ്ദേശം. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെ ഇതിൻ്റെ നെഗറ്റീവ് പറയാമെന്നുള്ളതാണ്. വളരെ സിമ്പിളായ കാര്യമാണ്. ഉദാഹരണത്തിന് ഞാൻ സംസാരിക്കുകയാണ് എന്നതിൻ്റെ നെഗറ്റീവ് ഞാൻ സംസാരിക്കുകയല്ല എന്നാണ്, അല്ലേ? അവൻ സംസാരിക്കുകയല്ല, നീ സംസാരിക്കുകയല്ല, അവർ സംസാരിക്കുകയല്ല, നമ്മൾ സംസാരിക്കുകയല്ല എന്നൊക്കെയാണ്. അതായത് അവനിപ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല എന്നാണ് വിഷയം. എങ്ങനെയാണ് ഇതിനെ നെഗറ്റീവ് ആക്കുക എന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഈ ആമിന് ശേഷം ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ സംസാരിക്കുകയല്ല, ഐ ആം നോട്ട് സ്പീക്കിംഗ്. നീ സംസാരിക്കുകയല്ല, യു ആർ നോട്ട് സ്പീക്കിംഗ്. അവർ സംസാരിക്കുകയല്ല, ദേ ആർ നോട്ട് സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുകയല്ല, വി ആർ നോട്ട് സ്പീക്കിംഗ്. അവൻ സംസാരിക്കുകയല്ല, ഹി ഈസ് നോട്ട് സ്പീക്കിംഗ്. അവൾ സംസാരിക്കില്ല, ഷീ ഈസ് നോട്ട് സ്പീക്കിംഗ്. അജ്മൽ സംസാരിക്കുകയല്ല, അജ്മൽ ഈസ് നോട്ട് സ്പീക്കിംഗ്. വളരെ സിമ്പിളാണ് ഈ ഒരു ആശയത്തിൽ ഇതിൻ്റെ നെഗറ്റീവ് പറയാനും. വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെ ഈ ഒരു ആശയത്തിൽ, അതായത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ആശയത്തിൽ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ കാണാറുള്ളത്. ഒന്ന് WH ക്വസ്റ്റ്യനും പിന്നെ ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യനും. ഇതിൽ ആദ്യം നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതായത് അതിൻ്റെ മറുപടി ഒന്നുമില്ലെങ്കിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും ആ ചോദ്യത്തിൻ്റെ. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ അതിനു വേണ്ടി ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുകയാണോ, അല്ലേ? അങ്ങനെയാണ് വരെ ചോദ്യം. ഞാൻ സംസാരിക്കുകയാണോ, നീ സംസാരിക്കുകയാണോ, അവർ സംസാരിക്കുകയാണോ, നമ്മൾ സംസാരിക്കുകയാണോ, അവൻ സംസാരിക്കുകയാണോ, അവൾ സംസാരിക്കുകയാണോ എന്നൊക്കെയാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഞാൻ സംസാരിക്കുകയാണ് എന്നത് പറയാൻ ഐ ആം സ്പീക്കിംഗ് എന്നുപയോഗിച്ചെടുത്ത് ആ ആമിനെ നമ്മൾ ഈ ഐൻ്റെ തൊട്ട് മുന്നിൽ ഇട്ട് കൊടുക്കുക. അവിടെ നിന്ന് മാറ്റിയിട്ട് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. എന്തായി? ആം ഐ സ്പീക്കിംഗ്. ഞാൻ സംസാരിക്കുകയാണോ, ആം ഐ സ്പീക്കിംഗ് എന്നതുപോലെ ബാക്കിയുള്ളതും ചെയ്യാം. അതായത് ആറിനെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുമ്പിൽ ചേർത്ത് കൊടുക്കുക. ആർ യു സ്പീക്കിംഗ്. നീ സംസാരിക്കുകയാണോ. ആർ ദേ സ്പീക്കിംഗ്. അവർ സംസാരിക്കുകയാണോ. ആർ വി സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുകയാണോ. ഇനി ഈസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആ ഈസിനെ നമ്മൾ എടുത്തിട്ട് നേരെ തൊട്ട് മുമ്പിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്തായി? യെസ് ഓർ നോ ക്വസ്റ്റ്യനായി. ഈസ് ഹി സ്പീക്കിംഗ്. അവൻ സംസാരിക്കുകയാണോ. ഇസ് ഷീ സ്പീക്കിംഗ്. അവൾ സംസാരിക്കുകയാണോ. ഈസ് അൻവർ സ്പീക്കിംഗ്. അൻവർ സംസാരിക്കുകയാണോ. വളരെ സിമ്പിളാണ്, അല്ലേ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ തന്നെ ചില സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്. അതായത് ഞാൻ സംസാരിക്കുകയല്ലേ, അല്ലേ? അങ്ങനെ ചോദ്യം നമ്മൾ ചോദിക്കാറില്ലേ നെഗറ്റീവായിട്ട്? ഞാൻ സംസാരിക്കുകയല്ലേ, നീ സംസാരിക്കുകയല്ലേ, അവർ സംസാരിക്കുകയല്ലേ, അവൻ സംസാരിക്കുകയല്ലേ, അവൾ സംസാരിക്കുകയല്ലേ, ഈ രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. എങ്ങനെ ഈ ഒരു ആശയത്തിൽ ചോദ്യം ചോദിക്കാം? വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ആം നോട്ട് ഐ സ്പീക്കിംഗ്. ഞാൻ സംസാരിക്കുകയല്ലേ. ആം നോട്ട് എന്നതിനെ കോൺട്രസ്റ്റ് ചെയ്തുകൊണ്ട് ആമിൻറ്റ് താഴെ അത് ബോക്സിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അപ്പോൾ ആമിൻറ്റ് ഐ സ്പീക്കിംഗ്, അല്ലേ? കുറച്ചുകൂടെ ഫ്ലുവൻസി കിട്ടും സംസാരിക്കുന്ന സമയത്ത്. ആമിൻറ്റ് ഐ സ്പീക്കിംഗ്. ഞാൻ സംസാരിക്കുകയല്ലേ. ആറിൻറ്റ് യു സ്പീക്കിംഗ്. നീ സംസാരിക്കുകയല്ലേ. ആറിൻറ്റ് ദേ സ്പീക്കിംഗ്. അവർ സംസാരിക്കുകയല്ലേ. ആർ വി സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുകയല്ലേ. ഈസിൻ ഹി സ്പീക്കിംഗ്. അവൻ സംസാരിക്കുകയല്ലേ. ഈസിൻ ഷീ സ്പീക്കിംഗ്. അവൾ സംസാരിക്കുകയല്ലേ. ഈസിൻ റിയ സ്പീക്കിംഗ്. റിയ സംസാരിക്കുകയല്ലേ. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു രൂപമാണ് WH ക്വസ്റ്റ്യൻസ്, അല്ലേ? എങ്ങനെയാണത് ചോദിക്കുക എന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. അത് ഇതിനേക്കാൾ എളുപ്പമാണ്. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വാട്ടാവാം, വെന്നാവാം, വേറാവാം, ഹൗ ആവാം, അങ്ങനെ ഏത് ക്വസ്റ്റ്യൻസും ഇതിലേതാണോ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഫസ്റ്റ്, ഇതിൻ്റെയൊക്കെ തൊട്ട് മുന്നിലായിട്ട് നമ്മളതിനെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഉദാഹരണത്തിന് വാട്ട് ആം ഐ സ്പീക്കിംഗ്. ഞാൻ എന്താണ് സംസാരിക്കുന്നത്. വാട്ട് ആർ യു സ്പീക്കിംഗ്. നീ എന്താണ് സംസാരിക്കുന്നത്. അതായത് നീ ഇപ്പോൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ആശയം.
വാട്ട് ആർ യു സ്പീക്കിംഗ്, നീ എന്താ സംസാരിക്കുന്നത്. വാട്ട് ആർ ദേ സ്പീക്കിംഗ്, അവരെന്താ സംസാരിക്കുന്നത്. വാട്ട് ആർ വി സ്പീക്കിംഗ്, നമ്മളെന്താ സംസാരിക്കുന്നത്. വാട്ട് ഈസ് ഹി സ്പീക്കിംഗ്, അവനെന്താ സംസാരിക്കുന്നത്. വാട്ട് ഈസ് ഷീ സ്പീക്കിംഗ്, അവളെന്താ സംസാരിക്കുന്നത്. ഓക്കെ, ഇത്ര സിമ്പിളാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടുമാണെങ്കിൽ വൈ ആം ഐ സ്പീക്കിംഗ്, ഞാൻ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. വൈ ആർ യു സ്പീക്കിംഗ്, നീ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. വൈ ആർ ദേ സ്പീക്കിംഗ്, അവരെന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. വൈ ആർ വി സ്പീക്കിംഗ്, നമ്മളെന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. വൈ ഈസ് ഹി സ്പീക്കിംഗ്, അവൻ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. വൈ ഈസ് ഷീ സ്പീക്കിംഗ്, അവൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനും അതിൻ്റെ നെഗറ്റീവ് പറയാനും അതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാനും യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ തന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാനും അതിൽ തന്നെ WH ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ അത് വളരെ ഈസിയാണ് പഠിക്കാൻ, അത് വളരെ സിമ്പിളാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ ആരെങ്കിലും ഒരു പാർട്ട്ണർ നിങ്ങൾ വെക്കുകയും എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കോൺവെർസേഷൻ നടത്തുന്ന രീതിയിൽ നിങ്ങൾ പരസ്പരം ഒന്ന് പറഞ്ഞു നോക്കുക. അതായത് ഒരാൾ ആർ യു സ്പീക്കിംഗ് എന്ന് ചോദിക്കുക, അപ്പോൾ അടുത്ത ആൾ മറുപടി പറയുക യെസ് ഐ ആം സ്പീക്കിംഗ്. അപ്പോൾ എന്നിട്ട് അടുത്ത ആൾ വീണ്ടും ഇങ്ങോട്ട് ചോദിക്കുക ആർണ്ട് യു സ്പീക്കിംഗ്, നീ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അടുത്ത ആൾ മറുപടി നോ ഐ ആം നോട്ട് സ്പീക്കിംഗ്, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അടുത്ത ആൾ ചോദിക്കുക വാട്ട് ആർ യു സ്പീക്കിംഗ്, നീ എന്താണ് സംസാരിച്ചു, എന്നിങ്ങനെ ഓരോന്നും. എന്നിട്ട് അടുത്ത ഇതിൽ യു മാറ്റിയിട്ട് ദേ ആക്കുക, പിന്നെ ഹി ഉപയോഗിക്കുക, പിന്നെ ഷീ ഉപയോഗിക്കുക. ഇനി ഇതൊക്കെ ഈ 4 ടേമും കഴിഞ്ഞതിന് ശേഷം സ്പീക്ക് എന്ന വേർഡ് മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും വേർഡൊക്കെ വെച്ചിട്ട് ഇത് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ഇതൊന്ന് വഴങ്ങിക്കിട്ടുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് കൂടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ 0 to Fluency എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ താങ്ക്സ്.